അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പ്രവാസി ക്ഷേമനിധി ഈ ഒരു ആനുകൂല്യം ആരും നഷ്ടപ്പെടുത്തരുത്. കേരള പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ അംഗങ്ങൾക്കായി ബോർഡ് നിരവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടവ ഇതിൽ വിവരിക്കുന്നു. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക. എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പെൻഷൻ ആയതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായി പറയാം. ഒന്നാമത്തെ പെൻഷൻ 5 വർഷത്തിൽ കുറയാതെ കാലയളവിൽ തുടർച്ചയായി വരിസംഖ്യ അടച്ചിട്ടുള്ളതും 60 വയസ്സ് തികഞ്ഞവരുമായ ഒന്നാം വിഭാഗത്തിൽപ്പെടുന്ന നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഈ അംഗത്തിന് 3500 രൂപയും രണ്ടാം വിഭാഗത്തിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിട്ട് കേരളത്തിൽ സ്ഥിര താമസക്കാർ ആയവർ, മൂന്നാം വിഭാഗത്തിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് 6 മാസമായി സ്ഥിര താമസക്കാർ ആയവർ. ഇതിൽ പെടുന്നവർക്ക് പ്രതിമാസം 3000 രൂപയും മിനിമം പെൻഷൻ കിട്ടും. 5 വർഷത്തിൽ കൂടുതൽ കാലം തുടർച്ചയായി വരിസംഖ്യ അടച്ചിട്ടുള്ള അംഗങ്ങൾക്ക് അവർ പൂർത്തിയാക്കിയ ഓരോ അംഗത്വ വർഷത്തിലും മേൽപ്പറഞ്ഞ മിനിമം പെൻഷൻ തുകയുടെ 3% തുല്യമായ തുക അധിക പെൻഷനായി നൽകുന്നുണ്ട്. ഇത് നിലവിൽ പരമാവധി 7000 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് ഫാമിലി പെൻഷൻ. പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന അംഗങ്ങൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അയാളുടെ കുടുംബങ്ങൾക്ക് മരണപ്പെട്ട അംഗത്തിന്റെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷന്റെ 50% തുക കുടുംബ പെൻഷനായി കിട്ടും. മൂന്നാമത്തേത് അവശത അല്ലെങ്കിൽ അംഗവൈകല്യം പെൻഷൻ. ക്ഷേമനിധിയിൽ 3 വർഷമെങ്കിലും കുറയാതെ കാലയളവിൽ തുടർച്ചയായി വരിസംഖ്യ അടച്ചിട്ടുള്ള ഒരംഗത്തിന് പിന്നീട് സ്ഥിര അംഗവൈകല്യം അല്ലെങ്കിൽ ശാരീരിക അവശത കാരണം ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ തുടർന്നുള്ള വരിസംഖ്യ അടയ്ക്കുവാൻ കഴിയാതെ വരുന്ന അംഗങ്ങൾക്ക് ഈ സന്ദർഭത്തിലും അർഹതപ്പെട്ട പെൻഷൻ തുകയുടെ 40% തുല്യമായ തുക പ്രതിമാസ പെൻഷനായി ലഭിക്കും. ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നാലാമത്തത് ചികിത്സാ സഹായം. ബോർഡിൽ അംഗമായിട്ടുള്ള ആൾക്ക് ഗുരുതരമായ രോഗം പിടിപെട്ടാൽ ചികിത്സാ സഹായമായി പരമാവധി 50,000 രൂപ വരെ ലഭിക്കും. മേൽപ്പറഞ്ഞ തുക പരമാവധി അംഗത്വ കാല അളവിലേക്കുള്ളതാണ്. ബോർഡ് പരിഷ്കരിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, അസൽ ബില്ലുകൾ എന്നിവ ഹാജരാക്കണം. ബോർഡിന്റെ പെൻഷൻ കിട്ടുന്നവർക്കും മറ്റു ഇടങ്ങളിൽ നിന്നും ചികിത്സാ സഹായം കിട്ടുന്നവർക്കും ഇതിനു അർഹരല്ല. അഞ്ചാമത്തത് ആശ്രിത ധനസഹായം. അപകടം, രോഗം എന്നിവ മൂലം മരണപ്പെടുന്ന അംഗങ്ങളുടെ ആശ്രിതർക്ക് പരമാവധി 20,000 രൂപ മുതൽ 50,000 രൂപ വരെ അവരുടെ കാറ്റഗറി അനുസരിച്ച് മരണാനന്തര സഹായമായി നൽകുന്നു. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആശ്രിതർക്ക് ഈ സഹായം ലഭിക്കുകയില്ല. ആറാമത് വിദ്യാഭ്യാസ ആനുകൂല്യം. 2 വർഷമെങ്കിലും നിധിയിൽ തുടരുന്ന അംഗങ്ങളുടെ മക്കൾക്ക് ബോർഡിൽ നിശ്ചയിച്ച മാനദണ്ഡ പ്രകാരം വിദ്യാഭ്യാസ ഗ്രാന്റിന് അർഹതയുണ്ടായിരിക്കും. ITI, ITC, ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾ നിർബന്ധമാക്കിയവർക്ക് വിധേയമായി ധനസഹായം ലഭിക്കും. ഏഴാമതായി വിവാഹ ധനസഹായം. കുറഞ്ഞത് 3 വർഷമെങ്കിലും തുടർച്ചയായി വരിസംഖ്യ അടച്ചു വരുന്നതോ വിവാഹത്തിന് മുന്നേ 3 വർഷത്തെ വരിസംഖ്യ മുൻകൂറായി അടച്ചതോ ആയ അംഗങ്ങളുടെ പ്രായപൂർത്തിയായ പെൺമക്കളുടെ വിവാഹ ചിലവിനായി 10,000 രൂപ ധനസഹായം ലഭിക്കും. ഒരംഗത്തിന് പരമാവധി 2 തവണ ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. എന്നാൽ പെൻഷൻ കിട്ടുന്നവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയില്ല. എട്ടാമത്തെ സഹായം പ്രസവ ആനുകൂല്യം. വനിതാ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. നിധിയിൽ അംഗമായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവത്തിനോ അല്ലെങ്കിൽ ഗർഭം അരസിക്കുമ്പോഴോ ധനസഹായം ലഭ്യമാകും. ഇത് യഥാക്രമം 3,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ എന്ന നിരക്കിലാണ് നൽകുന്നത്. ഒൻപതാമത്തത് ഭവന വായ്പ സബ്സിഡിയാണ്. നിധിയിലെ സ്ഥിര അംഗങ്ങൾക്ക് നൽകുന്ന ഒരു ധനസഹായമായിട്ടാണ് ഇത്. അംഗത്തിനോ പങ്കാളിക്കോ വാസയോഗ്യമായ വീട് നിലവിൽ ഇല്ലാത്തവർക്കും എന്നാൽ അവർക്ക് സ്വന്തമായി കേരളത്തിന് അകത്ത് വീട് വെക്കുവാൻ അനുയോജ്യമായി സ്ഥലമുണ്ടെങ്കിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.